ഈ പ്രോബ്ലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓഫീസ് മെഷീനുണ്ട്. ഈ ഓഫീസ് മെഷീനിൻ്റെ മീൻ ടൈം ഫെയിലിയർ ഡിസ്ട്രിബ്യൂഷൻ ലോഗ് നോർമലാണ് വരുന്നത്. അവർ ലോഗ് നോർമൽ ആകുമ്പോൾ എന്തൊക്കെ കാണും? ഒരു ഷേപ്പ് ഫാക്ടർ കാണും, ടി മീഡിയൻ കാണും, അല്ലേ? മീഡിയൻ ടൈം കാണും. ഷേപ്പ് ഫാക്ടർ എന്ന് വന്നിട്ടുണ്ട് 0.86 എന്ന് വന്നിട്ടുണ്ട്, മീഡിയൻ ടൈം എന്ന് വന്നിട്ടുണ്ട് 40 hours എന്ന് വന്നിട്ടുണ്ട്. റിപ്പയർ ഡിസ്ട്രിബ്യൂഷൻ വേറെ ഡിസ്ട്രിബ്യൂഷനാണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. ലോഗ് നോർമലിലെ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. രണ്ടും ഡിഫറൻ്റ് ആണ്. ഇതിൻ്റെ മീനും തന്നിട്ടുണ്ട് 3.5 hours എന്നാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻഹെറൻറ്റ് അവൈലബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കെന്തറിയാം? ഇൻഹെറൻറ്റ് അവൈലബിലിറ്റിയുടെ ഫോർമുല നമുക്കറിയാം. ഇൻഹെറൻറ്റ് അവൈലബിലിറ്റി ഈക്വൽ ടു MTBF ബൈ MTBF പ്ലസ് MTTR എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റേ R/R+λ നമ്മൾ R വെച്ചൊക്കെ ഡിവൈഡ് ചെയ്ത് ഈ ഫോമിലാക്കിയില്ലായിരുന്നു നേരത്തെ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? MTBF വേണം, MTTR വേണം. ഇതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഫെയിലിയർ ഡിസ്ട്രിബ്യൂഷൻ. ഇത് മീൻ ടൈം ബിറ്റ്വീൻ ഫെയിലിയേഴ്സില്ല. അപ്പോൾ ആദ്യം ഫെയിലിയറിൻ്റെ കേസ് എടുക്കുന്നു. അപ്പം MTBF കണ്ടുപിടിക്കാം. ഫെയിലിയർ ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് തന്നിട്ടുണ്ട്? ലോഗ് നോർമലാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ലോഗ് നോർമലിൻ്റെ MTBFിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ടി മീഡിയൻ ഇൻറ്റു e⁻² ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 40 × e⁻0.86² / 2 ചെയ്യുന്നു. ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാം. നമുക്ക് 57.9 എന്ന് കിട്ടുന്നു. ഇതാണ് MTBF. ഇതിൻ്റെ യൂണിറ്റ് അവേഴ്സാണ്, കാരണം ടി മീഡിയൻ 40 hours എന്നാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ MTTR വേണം. MTTR ഇവരെന്താ തന്നിട്ടുള്ളത്? റിപ്പയർ ഡിസ്ട്രിബ്യൂഷൻ നോർമലാണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ മീൻ എത്രയാണ്? 3.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് MTTR എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഒരു ഫെയിലിയർ വരുമ്പോൾ റിപ്പയർ ചെയ്യാൻ എടുക്കുന്ന ആവറേജ് ടൈമാണ് MTTR. ആവറേജ്, മീനാണ് ആവറേജ്. അപ്പോൾ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്ട് ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മീൻ, അല്ലെങ്കിൽ ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത്, നടുക്ക് നിൽക്കുന്നത്. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമ്മെട്രിക് ആയിരിക്കുമല്ലോ, ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് വെച്ച് സിമ്മെട്രിക് ആയിരിക്കും. അപ്പോൾ ഇതാണ് മീൻ എന്ന് പറയുന്നത്. അതായത് എക്സ്പെക്റ്റഡ് ടൈം ആവറേജ് തന്നെയാണ് മീനായിട്ട് വരുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ. അതുകൊണ്ട് ഇതിൽ തന്നിരിക്കുന്ന മ്യൂ നമുക്ക് MTTR ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. നോർമൽ ഡിസ്ട്രിബ്യൂഷനിലെ മ്യൂ തന്നെയാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? MTTR ആയിട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അത് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ MTTR എത്ര കിട്ടി? 3.5 hours എന്ന് നമുക്ക് കിട്ടി. ഇനി ഇത് നമ്മളെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് MTBF ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്? ഇൻഹെറൻറ്റ് ഈക്വൽ ടു എത്ര? MTBF എത്ര? 57.9 / 3.5 + 57.9 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആൻസർ നമുക്ക് 0.94 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ ഇൻഹെറൻറ്റ് അവൈലബിലിറ്റി.